പ്ലാന്റൊക്കെ നമുക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കുഞ്ഞുങ്ങളാണ്. അപ്പം ഉണ്ടല്ലേ ആ ചോദിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഗ്രീൻ ഷെയ്ഡ് ഭയങ്കര രസം തന്നെയാണ്. ആ ലൈറ്റ് അടിക്കുമ്പോൾ കേട്ടോ കൂടുതൽ ആ ഷെയ്ഡ് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇഷ്യൂസ് നമ്മൾ കാണുമ്പോഴാണ് നമ്മളതെപ്പോഴും മാറ്റണത്, അല്ലാണ്ട് ചെറുത് കൊടുത്ത് പറ്റിക്കുന്നൊന്നുമല്ല. ഈ സൈഡിലൊക്കെ കണ്ടില്ലേ നല്ലോണം തന്നെ ബേബീസ് ഉണ്ട് കേട്ടോ. ഹായ്, അപ്പോൾ ഇന്ന് ഫാമിൽ കുറച്ച് അപ്ഡേറ്റ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോസിൽ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ, 60 സെക്കൻഡ് എന്തായാലും നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഗിവ് എപ്പോഴും പറയുന്നതല്ല, അപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെന്താ പറയുക, വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കും, പോയി നോക്കിക്കോട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ, അത് മറക്കണ്ട. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചു തരാം. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് അത്യാവശ്യം ഉണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല രസം തന്നെയാണ് ഫാമിലി. വീഡിയോ കിടക്കണേ മുന്നേ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് FB പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീഡിയോ കിടക്കാം. അപ്പോൾ നമുക്ക് പുതിയ ഇൻഡോർ ആദ്യം നോക്കാം കേട്ടോ. ഇതിൽ ഇവിടെ ഇപ്പോൾ ലൈറ്റ് ഇടാം ആദ്യം. ഇവിടെ ലൈറ്റ് പകലിട്ടാലും വലിയ കാര്യം ഉണ്ടാവില്ല കേട്ടോ, കാരണം ഫുൾ ബ്ലാക്ക് അടിച്ച കാരണം കേട്ടോ, അത് അട്രാക്ട് ചെയ്യുമല്ലോ. ഇത്രയും ട്യൂബ് ലൈറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിട്ടെന്ന് വെച്ചാൽ അതിന് അത്യാവശ്യം നല്ലോണം ലൈറ്റ് ഉണ്ടായേനെ. ഇവിടെ നടക്കില്ല. ഓക്കെ, കുറച്ച് ചെളിയൊക്കെ പിടിച്ച് തുടങ്ങി. ഇവിടെ ഇപ്പോൾ വരുന്ന സമയത്ത് എന്താ നമ്മൾ കൊണ്ടിട്ട് ക്രാഫിഷ് അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഫുള്ളായിട്ട് തന്നെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ കാണുന്നത് ഫുള്ള് കുഞ്ഞുങ്ങളാട്ടോ, ഫീമെയിൽ. ഇതുണ്ടല്ലേ ഫുള്ളായിട്ടുണ്ട്, അത്യാവശ്യം നല്ല കൗണ്ട് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ കുഞ്ഞുങ്ങളാ. എത്ര എണ്ണ ഇടുന്നൊന്നും അറിയില്ല, ഫുഡ് എടുക്കാൻ വരുന്ന കേട്ടോ. നമ്മൾ ശരിക്കും ക്രാഫിഷിനൊക്കെ ശരിക്കും നമുക്ക് കയ്യിലേക്ക് തന്നെ ഫുഡ് ഹാൻഡ് ഫീഡ് ചെയ്ത് പഠിപ്പിക്കാം കേട്ടോ, എന്തായാലും എടുക്കും. അതിൻ്റെ മേത്തൊക്കെ കുറച്ച് പേര് ഇരിക്കുന്നു കേട്ടോ. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. കടി കിട്ടും തോന്നുന്നുണ്ട്. അതേ കുറച്ചെണ്ണം കൂടി ഉണ്ട് കേട്ടോ. പ്ലാന്റൊക്കെ നമുക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഔട്ട്ഡോർ ഇടുന്നതിന് മുന്നേ വേറെ ഇതുപോലത്തെ ടബിലൊന്ന് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സൈസ് വെച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ മൗണ്ടൈൻ മോളീസൊക്കെ ബ്ലാക്കിൻ്റെ ആണ്. മോളീസ് ഞാൻ പറഞ്ഞിരുന്നു നാട്ടിൽ അത് കുറച്ച് പാട് തന്നെയാണ്. കുറച്ച് സ്ഥലത്തൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ തന്നെ കാര്യമുള്ളൂ. ഇതിലിപ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ല കൗണ്ട് കുഞ്ഞുങ്ങൾ എടുക്കണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്ര എണ്ണം ഉണ്ട്. എനിക്ക് പിന്നെ ബ്ലാക്ക് നല്ല ഇഷ്ടമുള്ളവരാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ നമ്മുടെ ഏഞ്ചിലന്ന് പേര് നമ്മുടെ ഔട്ട്ഡോറിന് കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ടോ. ഇവർ വലിയ 2 വട്ടമൊക്കെ എഗ്ഗ് ചെയ്തു, പക്ഷേ ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവണ കാരണം അവർ പിന്നെ എഗ്ഗ് തിന്നു പോവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഔട്ട്ഡോറിൽ ഏതെങ്കിലും ടാങ്ക് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വെറുതെ കിടന്ന് പോവും. ഉണ്ടാവില്ല, അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. ഈ ഓടുമ്പോഴൊന്നല്ല കേട്ടോ എഗ്ഗ് ചെയ്ത്, ഈ സൈഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മിക്കപ്പോഴും നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യില്ല. ഗൾവിങ്ങിൻ്റെ കുറച്ച് കൊണ്ട് കിടക്കുന്നുണ്ടോ, ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെയും ഗൾവിങ് തന്നെയാണ്, ഫുൾ ഗോൾഡിൻ്റെ. പിന്നെ നമ്മുടെ മോളീസിൻ്റെ കാര്യം എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ്. അത് ഈ പറഞ്ഞ മാതിരി എനിക്ക് സ്റ്റെബിലിറ്റിയിലും എടുത്ത ക്വാളിറ്റിയിലൊന്നും വലിയ ഉറപ്പില്ലാത്തതാണ് ഞാൻ ഇപ്പോഴും സെല്ല് ചെയ്യാത്ത കേട്ടോ. അത് നമുക്ക് പതിയെ നോക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എടുത്തിട്ട് തന്നെ വേണം. അപ്പോൾ അതാനും അത് തീരുമാനമായിട്ടില്ല. പിന്നെ കുറേ ഇതൊക്കെ കൊണ്ടിടാനോ കേട്ടോ. ജുവൽസൊക്കെ ഉണ്ടില്ലേ, റെഡിൻ്റെ കളറ് ഒരുമാതിരി ഇങ്ങനെ വെളറി വെളുത്തു പോവും. ആ സംഭവം പറഞ്ഞിട്ടില്ലേ, ഇത് എന്താ പറയുക സ്കൈ ബ്ലൂ കളറല്ലേ. അപ്പോൾ ഏകദേശം വൈറ്റിഷ് അമ്മയ്ക്ക് എന്തായാലും കയറും. അപ്പോൾ ഇതൊക്കെ ഇനി ഔട്ട്ഡോറിൽ കൊണ്ടുവരണം. ഇനി ഇവിടെ കിടന്നാൽ അത്രയും സൈസ് വെക്കില്ല കേട്ടോ അവർ. കുറച്ച് ടപ്സൊക്കെ ഇനി ബാലൻസ് ഉണ്ട്, അതിലൊക്കെ നമുക്കിനി മീൻ ഇടാനുണ്ട്. സീബ്രാസെ കുറച്ചെണ്ണം കൂടി ഔട്ട്ഡോറിലേക്ക് മാറ്റണം കേട്ടോ. വെട്ടേഴ്സാണ്. അപ്പോൾ ഒരുവിധമൊക്കെ കൊണ്ടിട്ടുണ്ട് നമ്മുടെ പഴയ ഇൻഡോറിത്തെ. അപ്പോൾ ഇത് പുതിയ സ്ഥലത്ത് നമ്മൾ ഇട്ടിട്ടില്ല, ഇത് വേറെ ബാച്ചാണ്. ഇവന്മാരെയും കൊണ്ടിടണം. ഇതിൽ കിടക്കുന്നതിന് നമ്മുടെ എന്താ പറയുക, ഐവറി അല്ല, പേര് പറഞ്ഞു, ആ ഡാർക്ക് പർപ്പിൾ. പക്ഷേ അതങ്ങനെ സെറ്റൊന്നും ആയില്ല എന്ന് പറയാം കേട്ടോ. അധികം നമ്മൾ സെല്ലൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഇനി നോക്കിയിട്ടൊക്കെ വേണം.
ഐറ്റം നല്ല ഐറ്റമൊക്കെയാണ്, പക്ഷേ ഫീമെയിൽസ് കുറവ്, അതാണൊരു പ്രശ്നം. പിന്നെ ഇവിടെ എടുക്കുന്നതൊക്കെ നമ്മൾ സെല്ല് ചെയ്യാനുള്ളവരോ കേട്ടോ, അതെപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടിടുന്നവർ തന്നെയാണ്. ചിലയിടത്തൊക്കെ നമ്മൾ സ്പേസ് ഇടാണ്ടാകുമ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി കൊണ്ടിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ, ബാക്കി അങ്ങനെ തന്നെയാണ്. നമുക്കിനി പുറത്തെത്തി മറ്റേ ഇൻഡോർസൊക്കെ നോക്കാം. നമ്മളപ്പഴേ പുതിയ ഇൻഡോറിൻ്റെ ഉണ്ട്, ഈ സൈഡ് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ഔട്ട്ഡോർ ഫാമുകൾ കേട്ടോ, അത് താഴെ വരെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്ത ഇൻഡോർ കേട്ടോ. അത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തോട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. മറ്റേ ഫാം ആ താഴ്ത്ത് വരെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഫാമിൻ്റെ വീഡിയോ ഇതുവരെ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഔട്ട്ഡോറിൻ്റെ തന്നെ സെക്കൻഡ് പോർഷൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടത്തെ കുറച്ച് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കുറച്ച് റുബിനോസിനെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അവന്മാരെ കളർ വെച്ച് വരുന്നുണ്ട്. വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ ടൈം കഴിയില്ല കേട്ടോ, അത്രയും അങ്ങനെ നടന്ന് തന്നെ കഴിഞ്ഞോണ്ടിരിക്കും, അതാണ് പ്രശ്നം. ബലൂണൊക്കെ ഭയങ്കര ഷോർട്ടാട്ടോ, അതാണിപ്പോൾ ബലൂണിൻ്റെ ഒന്നും പോസ്റ്റ് ഇടാറില്ല. അതിന് ബ്രീഡ് ചെയ്ത് കുറച്ച് സെറ്റൈവ് ചെയ്യണം. പിന്നെ ഈ സൈഡിൽ വരുമ്പോഴേ ഒരു കാര്യം, നമ്മുടെ സ്നെയിൽസ്, അപ്പോൾ അത് അത്യാവശ്യം ബ്രീഡായിട്ട് നല്ലോണം തന്നെ കുഞ്ഞുങ്ങളുണ്ടായത് ചെയ്യേണ്ടതേ. ഈ കെടുക്കുന്നതൊക്കെ അതിനിടയിൽ നമ്മൾ സീബ്രാസിനെ കൊണ്ടിട്ടുണ്ട്. അവർ അവിടെ നിന്നോളും, നമ്മൾ എന്താ പറയുക ഇടനില കൃഷി എന്ന് പറയുന്ന പോലെ തന്നെ. ഇതൊക്കെ മുന്നേ വിരിഞ്ഞവരാട്ടോ, അത് അത്യാവശ്യം സൈസ് എത്തിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഉണ്ടല്ലേ നല്ലോണം തന്നെ ബേബീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണവർക്ക് മാത്രം ഇടയ്ക്കുണ്ടെങ്കിൽ കൊടുക്കും, അല്ലാണ്ട് പോസ്റ്റ് സെറ്റിൽ ചെയ്യാൻ സെയിൽ പോസ്റ്റ് ഇടാറില്ല, കാരണം സൈസ് ആയി വരുന്നേയുള്ളൂ. ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട്, വേണ്ട എല്ലാവിടെയും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, നോക്കിയിട്ടും സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേരൻസും പോയിട്ടുണ്ട്, ഷെല്ലുകൾ എടുക്കുന്ന കാണാം. വലിയ സൈസൊക്കെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയാറില്ലേ, അതെ ഇതുപോലെ പോകും, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ പോയിട്ടുണ്ട്, കുറച്ചെണ്ണം എടുക്കുന്നുണ്ട്. നമ്മുടെ ക്രാഫിഷിന് കുറച്ചെണ്ണത്തിന് നമ്മുടെ ബലൂൺ പ്ലാറ്റിൻ്റെ ഒപ്പം കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുക്കുന്നുണ്ടല്ലേ, സൈസ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം. പിടിക്കാനൊന്നും കിട്ടുമെന്നില്ല, എന്തായാലും പോവും. ഔട്ട്ഡോർസ് ഇടുമ്പോൾ ചെയ്യണ്ട, ഇപ്പുറത്തേക്ക് ഉണ്ട്, കണ്ടാൽ പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ തോന്നും, കിട്ടത്തില്ല. ഇവന്മാർ സൈസ് വയ്ക്കും കേട്ടോ പെട്ടെന്ന് ഔട്ട്ഡോർ ആവണ സമയത്ത്. കുറച്ച് സൈസ് എത്തിയിട്ടാണ് കൊണ്ടിടുക, എവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 1 മന്തിനുള്ളിലേക്കാണ് ഇത് സെയിൽ ചെയ്യാനാവും കേട്ടോ. അതാണ് നമ്മുടെ ഔട്ട്ഡോറിൻ്റെ ഗുണം. നമ്മുടെ ഡാഫിനി അത്യാവശ്യം നല്ലോണം തന്നെ ഇപ്പം ഉണ്ടാവും കേട്ടോ. സംഭവം മൂടി വയ്ക്കാറുണ്ട്, പക്ഷെ ഇപ്പം മൂടി വയ്ക്കാറില്ല, കാരണം ഈ ഇലകളും കാര്യങ്ങളും വീണ സമയത്ത് ക്രാഷായി പോണേ ഇല്ല. ഫീഡ് ചെയ്തില്ലെങ്കിൽ പോലും നല്ലോണം തന്നെ കിടക്കും കേട്ടോ. കണ്ടില്ലേ, നല്ല കൗണ്ട് ഉണ്ട്. അതെപ്പോഴും ഈ പച്ച ഇലകളിൽ നിന്ന് എപ്പോഴും ഇൻഫിസോറി ഫോം ചെയ്യാൻ ചാൻസ് ഭയങ്കര ഹൈയാണ്, അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ഓവറായിട്ട് തന്നെ ഫുഡ് അത് ഡൈല്യൂട്ടായി പോവുകയും ചെയ്യും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റത്തെ ഇൻഡോറിൽ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നമ്മൾ പോളറുകൾ എടുക്കുന്നുണ്ട്. പേര് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, പേരുകൾ അതായത് തിരിഞ്ഞ് നിൽക്കണവരെ നമ്മൾ ഇതുപോലെ എടുത്ത് മാറ്റും. ഇതുണ്ടല്ലേ, അതിൻ്റെ ഉള്ളിൽ പേരുണ്ട് കേട്ടോ. എന്നിട്ടാട്ടോ നമ്മൾ സെയിൽ ചെയ്യേണ്ടാവും മിക്കപ്പോഴും. അവന്മാരവിടെ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സാൻഡേർ എടുക്കുന്ന കേട്ടോ, അതായത് എന്താ പറയുക ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് ആണ് മിക്കപ്പോഴും. ഇതിപ്പോൾ മിക്സഡ് ആയിട്ട് അവിടെ കൊടുക്കുന്നത്, അല്ലാണ്ട് കൊടുക്കൽ കുറവാണ്. ടോപ്പ് ക്വാളിറ്റി മിക്ക നമ്മൾ കണ്ടുണ്ടാവില്ല ഫോട്ടോസൊക്കെ, അതാണ് ഒറിജിനൽ സാധനം. നമ്മുടെ പിന്നെ സീബ്രാസിന് വേണ്ടിയിട്ട് പുതിയ ഇൻഫസോറി ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ബെറ്റാസിന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ബെറ്റാസും ബ്രീഡ് ചെയ്തിട്ട് കുറച്ച് ആയിട്ടുണ്ട്, അപ്പോൾ അതും ചെയ്യണം. ഇവിടെയും ഉണ്ട്, അതുകൊണ്ട് അവിടെയും എടുക്കുന്നുണ്ട്. എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് ആയിട്ട് നമുക്ക് അതൊക്കെ ചെയ്യണം. ഇവിടെ നമ്മൾ കോൺവെറ്റുകൾ എടുക്കുന്നുണ്ട്, അവരെ നമുക്കെടുത്ത് പുറത്തിടണം കേട്ടോ. ബാക്കിയൊക്കെ റയറേന ബേബീസും കാര്യങ്ങളൊക്കെയാണ് അവിടെയൊക്കെ എടുക്കുന്നത്. വേറെ കാര്യം കാണിച്ചു തരാം. നമ്മൾ നേരത്തെ മൂളീസ് കണ്ടില്ലേ, അവരുടെ സൈസും ഇവരുടെ സൈസും കണ്ട. ഇവർ സെക്കൻഡ് ബാച്ചാണ്, പക്ഷേ ഗ്രോത്തും ഇല്ല, ആ ക്വാളിറ്റിയിലും വലിയ എന്താ പറയുക ഒരു പ്യുവർ ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് സെറ്റിൽ ചെയ്യാത്ത നമ്മൾ. എന്തായാലും വേറെ നോക്കുന്നുണ്ട്. മോളിൽ പേരൻ്റെ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ ബ്രീഡൊന്നും ആവാറൊന്നുമില്ല, കിട്ടില്ല. ബ്രീഡിങ് കുറഞ്ഞിട്ടുണ്ട്, അതെപ്പോഴും പറയാറുണ്ടല്ലോ. സൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മീനും ബ്രീഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വീഡിയോ എടുക്കാൻ വന്നപ്പോഴതേ കുഞ്ഞുങ്ങളുണ്ടായി എടുക്കുന്നുണ്ടാവണ്ട.
AFR-ൻ്റെ കേട്ടോ. ഇത് നോർമലിൻ്റെ ആണ്. നേരിട്ട് കുഞ്ഞ് പോണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് എനിക്കും അതുപോലെ തന്നെ എല്ലാവരും എപ്പോഴും ചോദിക്കാറുള്ള കേട്ടോ നമ്മുടെ ഗ്രീൻ ഡയമണ്ട്. അപ്പം ഇപ്പോൾ കുറച്ച് ആളുകളായിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ആ ചോദിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഗ്രീൻ ഷെയ്ഡ് ഭയങ്കര രസം തന്നെയാണ്. ആ ലൈറ്റ് അടിക്കുമ്പോൾ കേട്ടോ കൂടുതൽ ആ ഷെയ്ഡ് കിട്ടുക. നോർമലി കാണുന്ന സമയത്തല്ല, ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ ഉണ്ടാവും. ഉണ്ടല്ലേ, ഇയർ അടക്കം ഗ്രീൻ ആയിരിക്കും. ഇത് പാരൻസ് ആയതുകൊണ്ട് കേട്ടോ ടൈലും കാര്യങ്ങളൊക്കെ പോയിക്കുന്നത്. അതിപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലോണം കുഞ്ഞുങ്ങളെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സെല് ചെയ്യാൻ അത്യാവശ്യം കിട്ടും. പിന്നെ എല്ലാ സൈഡും കാണിച്ചെത്തില്ല കേട്ടോ. ഓടിച്ച് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ കാണിക്കുന്നത്. പിന്നീട് എന്തായാലും ഇതൊക്കെ നോർമലിൻ്റെ കുറച്ചെണ്ണം എടുക്കണ്ട കേട്ടോ. സീബ്ര വേൾട്ടേഴ്സ് റെഡിയാണ്. എപ്പോഴാണെന്ന് വെച്ചാൽ സെറ്റ്. അപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും ഉമ്മാരെ ബ്രീഡ് ചെയ്യണം കേട്ടോ. ഷെയ്ഡുള്ള കാരണം കാണണ്ടാവില്ല അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഷോർട്സിൽ കാണാനും ഇപ്പം ഇതൊന്നും ആരും അറിയാത്തില്ല. സംഭവം കുറേ നാളായിട്ടുള്ളതിന് ഇപ്പോൾ കുറച്ച് പേര് ഇപ്പോഴും അറിയാത്തവരും കാണാത്തവരും ഉണ്ട് കേട്ടോ ഈ ഐറ്റംസിന്. എല്ലാവർക്കും ഈ ഒരു സൈസ് മതി കേട്ടോ. പക്ഷേ എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഡെഡാവും, അത്രയ്ക്കേ ഉള്ളൂ. എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ബ്രീഡ് ചെയ്യണം കേട്ടോ. ഇവിടേക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ബ്രീഡിങ്ങും കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഈ സൈഡ് ഈ പ്ലാന്റ്സ് ഇട്ടത് മുഴുവനായിട്ട് നമ്മുടെ ഷ്രിംസ് ആയിരുന്നു. ഒരു 6-7 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡും ബ്ലൂ മാത്രമേ ഉള്ളൂ. ആ റെഡ് ഞാൻ പുറത്ത് കിടക്കുന്ന സൈസ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ഔട്ട്ഡോർ വരുന്ന സമയത്ത് പ്ലാന്റ്സ് പുതിയ ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, അത് നട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിടക്കുന്ന നമ്മുടെ സാൻഗേ കോയിലെ ബേബീസാണ് കേട്ടോ. പ്ലാന്റ്സൊക്കെ കണ്ടില്ല, അത്യാവശ്യം രസമാണ്. ഈ ഐറ്റവും കബൂമ്പി അല്ല കേട്ടോ, വേറെ ഉണ്ട്. പേരുകൾ ഞാൻ മറന്നു. അത് ഞാൻ എന്തായാലും പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. ഇതൊക്കെ അത്യാവശ്യം നല്ല രസമുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ സെറ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ സാൻഗേര കേട്ടോ പോണ്. നല്ല പ്യുവറായിട്ട് കിടക്കൂടാണ്, നല്ല ക്ലിയർ ആയിട്ട് കിടക്കും ഔട്ട്ഡോറുകൾ. അവിടുന്ന് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്താട്ടോ നമ്മുടെ ഷ്രിംസിനെ ഇപ്പം നമ്മൾ റെഡിന് ഇട്ടിട്ടുള്ളത്. ഇതെവിടെ എടുക്കണണ്ട കളറ് കിട്ടില്ല പെട്ടെന്ന്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് റെഡിന് മാത്രമല്ല സൈസും ഉണ്ട് കേട്ടോ. അത്യാവശ്യം കിട്ടിയ ഭാഗ്യം. കിട്ടിയില്ല, ഇറങ്ങിയിട്ട് പിടിച്ചു നോക്കാം. ലൈറ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പ്ലാന്റ്സിൻ്റെ ഇടയിൽ കളർ കണ്ടില്ലേ, കളറും ഉണ്ടാവും, അത്യാവശ്യം നല്ല സൈസും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഫീമെയിൽസാണ്. എഗ് ഉള്ളവരും ഉണ്ട് കേട്ടോ. നല്ല ബ്രൈറ്റ്. അത് കൊറിയർ കിട്ടുന്ന സമയത്ത് എല്ലാവരും പറയണ്ടാവും കളർ കുറവാണെന്ന്. അത് സ്ട്രെസ് അടിച്ച് കാരണം കേട്ടോ. അങ്ങനെ അത് പിന്നീട് കുറഞ്ഞു വന്നു, അല്ല കൂടി വന്നോളും. ഇതിനുള്ളിലൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല കളറും ഉണ്ട്, സൈസും വയ്ക്കും. ഇൻഡോർ ചെയ്യുന്ന സമയത്ത് ഇത്രയും സൈസ് വെച്ച് കിട്ടാറില്ല കേട്ടോ. ഇത് ഔട്ട്ഡോർ തന്നെയാണ് വരാറ്. ഒരെണ്ണം കിട്ടുമോ നോക്കട്ടെ. കണ്ട ആ ഗ്രീൻ പ്ലാന്റുമേ റെഡ് ഷ്രിംസ്, അത് ഭയങ്കര രസം തന്നെയാണ്. അപ്പോൾ ഇൻഡോറിലും കിട്ടും, പക്ഷെ നല്ല ടൈം എടുക്കും. ഔട്ട്ഡോറിൽ അത്യാവശ്യം നല്ല കളറും ഉണ്ട്, അതുപോലെ തന്നെ സൈസും ഉണ്ടാവും. ആ സൈസിനനുസരിച്ചുള്ള ബേബീസിനും കിട്ടും കേട്ടോ. അതാണൊരു ഗുണം. ഇന്നെല്ലാവരും ഈ ഒരു സൈസൊക്കെ ആട്ടോ മിക്കപ്പോഴും വേണമെന്ന് പറയണ്ടാവുക. പക്ഷേ ഈ സൈസ് കൊടുക്കാമല്ലോ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇത് ബ്രീഡിങ് നടക്കാനും ആ ബ്രീഡിങ്ങിൽ ചാൻസ് കുറയാനൊക്കെ ചാൻസ് കൂടുതലാണ്. എപ്പോഴും പറയാറുണ്ടല്ലോ ചെറിയ സൈസുകളാണ്. ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതല്ല, ഒരു മീഡിയം സൈസായിട്ട് കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇഷ്യൂസ് നമ്മൾ കാണുമ്പോഴാണ് നമ്മളത് എപ്പോഴും മാറ്റണത്. അല്ലാണ്ട് ചെറുത് കൊടുത്ത് പറ്റിക്കുന്നൊന്നുമല്ല. അത് അനുഭവം ഉള്ളവർക്ക് പിന്നെ മനസ്സിലാവും. ഫസ്റ്റ് ടൈമൊക്കെ എടുക്കണവർക്ക് കേട്ടോ എപ്പോഴും അത് അറിയാത്തത്. ഇവിടെയൊക്കെ ഓരോ ടൈപ്പൊക്കെ എടുക്കുന്നു കേട്ടോ. എല്ലാതും കാണിച്ച് പറഞ്ഞമാതിരി എത്തില്ല. ഇതിലൊക്കെ ലൈറ്റ് ടെയിലിൻ്റെ ബേബീസാണ്, ഷോർട്ട് ടെയിലിൻ്റെ ചെറിയ സൈസാണ് കേട്ടോ. അവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഗ്രീൻ ടെറിൻ്റെ പേര് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയ ടാങ്കാട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു പേരിന്. അതിനനുസരിച്ച് നമുക്ക് ബേബീസിനും കിട്ടും. അവനെ കാണാൻ ചാൻസ് ഇല്ല, നമുക്ക് പിന്നീട് കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് താഴ്ത്തി പോയി നോക്കാം. താഴ്ത്തി ഇവിടെയൊക്കെ നമ്മളെ ക്രാപ്പ് ഫിഷസും പിന്നെ ചിലത് ഗപ്പീസ് ഉണ്ട്, ചിലത് പിന്നെ പ്ലാറ്റീസ് അങ്ങനെയൊക്കെ പോകണം.
നമ്മളിപ്പോൾ കിടക്കണ ഏഞ്ചൽ സ്റ്റോക്ക് ഉണ്ടാവും അതെ. നമ്മുടെ പ്ലാറ്റിനം വൈറ്റും അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ ആണ് കേട്ടോ. പെയേഴ്സ് ഉണ്ട്, പക്ഷേ വിത്ത് ബേബീസ് കിടക്കണ നമ്മൾ പിടിച്ച് മാറ്റിയിട്ടില്ല, കുളത്തിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് ഗ്രോത്തായിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അതൊക്കെ ഇപ്പം മരം അവിടെ നിൽക്കുന്നുണ്ടോ, എല്ലാവരും ഷെയ്ഡുള്ളതാനും കാണില്ല. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പുതിയ ഇൻഡോർ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് വേറെ അപ്ഡേഷൻ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടൈം ഇങ്ങനെ ലാഗായി പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെയും ടൈം അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.